അനുമോദിത ഏറ്റവും ഒടുവിൽ 63% മുകളിലേക്ക് പോളിംഗ് എത്തുന്നു എന്നുള്ളതാണ്. ഇനിയും ഏതാനും മിനിറ്റുകൾ കൂടി വോട്ടെടുപ്പ് പൂർത്തിയാകാൻ ശേഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇനി അധികം വോട്ടുകൾ രേഖപ്പെടുത്തിയേക്കണം എന്നില്ല. എങ്കിൽ പോലും ഉപതെരഞ്ഞെടുപ്പ് ആണ്, അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനമൊക്കെ വലിയ തോതിൽ കുറഞ്ഞേക്കാം എന്ന നിരീക്ഷണങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ അനുമോദ്. അഭിലാഷ്, ഇനി ഏതാണ്ട് നമുക്ക് കൃത്യമായി പറഞ്ഞ ഒരു 3/4 മണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത്. 70% പോളിംഗ് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് മുന്നണികൾക്കുള്ളത്. ഏറ്റവും അവസാനമായിട്ട് വരുന്ന കണക്കുകളും അതേ സൂചനകൾ തന്നെയാണ് തരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മണിമൂളിയിലാണ്. മണിമൂളിയിലെ ഈ പോളിംഗ് ബൂത്തിൽ നമുക്ക് കാണാം, ഒരു തരത്തിലും തിരക്ക് എവിടെയും ഇല്ല. ആളുകളൊക്കെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങി. ഈ ഒരു ബൂത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി കഴിഞ്ഞത് 70%-ലേറെ പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. 1100ഓളം വോട്ടുകളാണുള്ളത്. അതിൽ 750ഓളം വോട്ടുകൾ ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ശരാശരി രീതിയായിട്ട് തന്നെ വേണം കാണുവാൻ. നിലമ്പൂരിലെ ഒരു ശരാശരി പോളിംഗ് എപ്പോഴും 70-നും 80-നും ഇടയ്ക്കാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇതുവരേക്കും ലഭ്യമാവുന്ന കണക്കുകൾ നൽകുന്ന സൂചനകളും. ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകുമെന്ന വിലയിരുത്തൽ അത് കാര്യമായി തരത്തിലാകുമെന്ന് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടം വരെയുമുള്ള പോളിംഗിൻ്റെ രീതിയും മറ്റും കാണുമ്പോൾ മനസ്സിലാകുന്നത്. അഭിലാഷ്, ഇതിലൊരു പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ തിരക്കില്ല, വരികൾ നീളുന്നില്ല എന്ന കാരണത്താൽ പോളിംഗ് ശതമാനം കുറവാണ് എന്നൊരിക്കലും വിലയിരുത്താനാകില്ല. 59 പുതിയ ബൂത്തുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുൻപ് ഒരിടത്ത് തന്നെ 2 ബൂത്തിനുള്ള ആളുകൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ 2 ബൂത്തുകൾ തന്നെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. നമുക്ക് സ്ഥാനാർത്ഥിയായ എം സ്വരാജിനെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കുന്നുണ്ട്. എന്തായാലും മികച്ച ഒരു പോളിംഗ് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം. ഔദ്യോഗികമായ കണക്കുകളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. പോളിംഗ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും സ്ഥാനാർത്ഥികൾ വലിയ ആത്മവിശ്വാസത്തിലാണ് എന്ന് വേണമല്ലേ മനസ്സിലാക്കാൻ അനീഷ്? തീർച്ചയായും അദ്ദേഹം ഈ പോത്തുകല്ല് മേഖലയിലെ പാതിരിപ്പാടം എന്ന സ്ഥലത്താണ് ഇപ്പോൾ ബൂത്ത് സന്ദർശനവുമായി നടക്കുന്നു. ഇവിടെ ഈ ആളുകളുടെ നീണ്ട നിരയൊന്നും പോളിംഗ് ബൂത്തുകളിൽ കാണാനില്ല. ഏതാണ്ട് ആളുകൾ വോട്ടവകാശം വിനിയോഗിച്ചു എന്നാണ്. ഒരു വലിയ നിര ഇപ്പോൾ എങ്ങും പ്രകടമല്ല. അതെ, മിക്കവാറും എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ 45 മിനിറ്റ് കൂടിയല്ലേ ഉള്ളൂ പോളിംഗ്. ഏറെക്കുറെ 75% അടുപ്പിച്ച് വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇനി വളരെ കുറഞ്ഞ വോട്ടുകൾ മാത്രമേ പോൾ ചെയ്യാനുണ്ടാവൂ എന്നാണ് പൊതുവെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ബാക്കി വോട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ഥലത്തില്ലാത്ത വോട്ടുകൾ അങ്ങനെയുള്ള ഒരു 80-ന് മുകളിലേക്ക് എന്തായാലും ഒരു പൊതുതെരഞ്ഞെടുപ്പിൽ സാധാരണ മൊത്തത്തിൽ വരുമ്പോൾ ചിലപ്പോൾ വരുമായിരിക്കും. എനിക്കറിയില്ല. മറ്റേ ഇതിപ്പോ നമ്മൾ ഓരോ ബൂത്തിൽ നിന്ന് ഉള്ള കണക്കാണല്ലോ. ഇപ്പോ ഇവിടെയുള്ള 3 ബൂത്തുകളിൽ ഏകദേശം 75-നോട് അടുക്കുന്നു. അപ്പോൾ നമ്മുടെ മണ്ഡലത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എന്താണെന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് മൊത്തത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു % മനസ്സിലാക്കാൻ കഴിയൂ. രാവിലത്തെ വലിയ മഴയും ഒഴിവായതും ആളുകൾക്കല്ലേ നേരത്തെ രാവിലെ മഴ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കാലാവസ്ഥ നന്നായി. വോട്ടെല്ലാവർക്കും വന്ന് ചെയ്യാൻ സൗകര്യപ്രദമായ ഒരു കാലാവസ്ഥയായിരുന്നു. എന്തായാലും സ്ഥാനാർത്ഥികൾ ഓട്ടപ്രദക്ഷിണത്തിലാണ്. അവസാന 1 മണിക്കൂറിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ പോളിംഗ് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എം സ്വരാജാണ്. അദ്ദേഹം ഒരു ബൂത്ത് സന്ദർശിച്ച ശേഷം ഇപ്പോൾ പോകുന്നു. നമ്മളും എന്തായാലും സ്വരാജിന്റെ കോൺവോയിൽ ഒപ്പം തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ അവസാന വട്ട സന്ദർശനം അല്ലെങ്കിൽ ബൂത്തുകൾ തുറന്നു. ഇപ്പോൾ പോയ ബൂത്തിൽ 3 ഒരു ആൾ പോലും വോട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ 3 ബൂത്തുകളിലും 75%-ലധികം പോളിംഗ് ഇതിനകം രേഖപ്പെടുത്തിയെന്നാണ് പ്രിസൈഡിംഗ് ഓഫീസർ നൽകിയ കണക്കുകളെന്ന് അദ്ദേഹം പറയുന്നു. പോത്തുകൽ പഞ്ചായത്തിലെ മറ്റിടങ്ങളിലും അദ്ദേഹം ഇപ്പോൾ പോയിട്ടാണ് വരുന്നത്. അവിടെയും ഈ ഒരു അവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ ജന്മനാടാണ്. അദ്ദേഹത്തിന് ഏറെ ബന്ധങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് LDF ക്യാമ്പിൽ വലിയ തരക്കേടില്ലാത്ത ഒരു നിലയിൽ പോളിംഗ് നടന്നതായാണ് അഭിലാഷ്. അതായത് അനുമോദ്, ഇതാ ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് നമ്മളോട് സംസാരിച്ചത്. അവർ വലിയ ആത്മവിശ്വാസം പുലർത്തുന്നു. അതായത് പ്രതീക്ഷിച്ച തരത്തിലേക്ക് വോട്ട് ശതമാനം ഉയരുന്നു എന്നാണ്. എല്ലാ മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം ഈ വോട്ടെടുപ്പ് എന്നത് അല്ലെങ്കിൽ വോട്ട് ശതമാനം എന്നത് പ്രധാനപ്പെട്ടതാണല്ലോ. കാരണം ഒരു പ്രത്യേക സ്വഭാവം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ഒരു ചതുഷ്കോണ മത്സരം നിൽക്കുന്നു. ഒരു MLA രാജിവെച്ച് ഈ മട്ടിൽ സ്വതന്ത്രൻ എന്ന് നമുക്ക് സാങ്കേതികമായി പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഏതാണ്ട് അതേ സ്വഭാവത്തിൽ തന്നെയാണ് നമുക്ക് PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണേണ്ടിയും വരുന്നത്. അങ്ങനെയുള്ള ഒരു പോരാട്ടം അത് തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനത്തെ ഏത് നിലയിലൊക്കെയാണ് മുന്നണികൾ
പൊതുവെ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്? അഭിലാഷ്, പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു കണക്ക്, അതായത് വർധനവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു കണക്ക് വരുമ്പോഴും എങ്ങനെയാണെങ്കിലും 75% മുകളിലേക്ക് പോളിംഗ് ഉണ്ടായിരിക്കും എന്ന് തന്നെ വേണം കണക്കാക്കാൻ. അന്തിമ കണക്ക് വരുമ്പോൾ അത് 80-നടുത്തെത്താനും സാധ്യതയുണ്ട്. അത് നിലമ്പൂരിൽ സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രേഖപ്പെടുത്തുന്ന ഒരു കണക്ക് തന്നെയാണ്. അപ്പോൾ മുൻപത്തെ ഒരു ട്രെൻഡിങ് വെച്ച് നോക്കുകയാണെങ്കിൽ UDF-നും LDF-നും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു കണക്ക്. പക്ഷേ ആ കണക്കുകൂട്ടലിനൊക്കെ ഇടയിലാണ് PV അൻവർ എന്ന മുൻ MLA-യുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള കടന്നുവരവ്. അതുകൊണ്ട് തന്നെ ഈ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഏത് കോട്ടകളിൽ നിന്നാകുമെന്ന ചോദ്യം ഇപ്പോഴും വളരെ പ്രസക്തമാണ്. പോളിംഗ് ശതമാനത്തിലെ വർധനവോ അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകളോ അടിസ്ഥാനമാക്കി നമുക്ക് ഒരു മുന്നണികൾക്കും അത് കൃത്യമായി അവർക്ക് അനുകൂലമാകും എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഒരുപക്ഷെ പോളിംഗ് ശതമാനം കുറയുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഏത് പോയിന്റുകളിലാണ് വോട്ട് ചെയ്യാത്തത് എന്ന് നോക്കി കുറച്ചുകൂടി കൃത്യമായിട്ടൊരു വിലയിരുത്തൽ നടത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എല്ലായിടത്തും ഒരേപോലെ പോളിംഗ് ഉണ്ട്. നമ്മൾ തിരക്ക് കാണാത്ത നേരത്തെ പറഞ്ഞ പോലെ പോളിംഗ് ബൂത്തുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് കൊണ്ട് മാത്രമാണ് എല്ലായിടത്തും നല്ലപോലെ 70% പോളിംഗ് നടക്കുന്നു എന്ന് പറയുമ്പോൾ നിലമ്പൂരിലെ സാധാരണ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന പോലെ തന്നെ നിലമ്പൂരുകാർ ഈ ഉപതെരഞ്ഞെടുപ്പിനെയും കണ്ടിട്ടുണ്ട് എന്ന് തന്നെ വേണം കണക്കാക്കുവാൻ. അൻവറിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഈ ഒരു പോളിംഗ് ശതമാനത്തിലെ കണക്കുകളെ നമുക്ക് കൃത്യമായി വിലയിരുത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വഴിക്കടവ് പഞ്ചായത്തിലാണ്. വഴിക്കടവ് പഞ്ചായത്തിൽ മണിമൂളിയിലാണ്. അൻവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാര കേന്ദ്രങ്ങളൊന്നും വഴിക്കടവ് പഞ്ചായത്തായിരുന്നു, മറ്റൊന്ന് പോത്തുകല്ലായിരുന്നു, പിന്നീടൊന്ന് അമരമ്പലമായിരുന്നു. അപ്പോൾ ഈ മേഖലയിലൊക്കെ കൃത്യമായി ഒരു 70% മുകളിലേക്ക് പോളിംഗ് നടന്നു എന്ന് പറയുമ്പോൾ അൻവറിനെ സംബന്ധിച്ചും ആത്മവിശ്വാസം നൽകുന്ന ഒരു സാഹചര്യം തീർക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി അൻവറിൻ്റെ വിഷയത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. UDF-നെയോ LDF-നെയോ പോലെ BJP-യോ NDA-യോ പോലെ പോളിംഗ് ബൂത്തോ ഏജന്റുമാരോ അത്തരത്തിൽ വോട്ടർമാരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളോ അൻവറിന് ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് അൻവർ കൂടുതൽ വോട്ട് പിടിക്കില്ല എന്ന് ഇരു മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്ന ഒരു കാരണമായിട്ട് അവർ വിലയിരുത്തുന്നത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം എന്തുണ്ടാകുമെന്നുള്ളത് ഒരു ഘട്ടത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിലയിരുത്തുക അസാധ്യമാണ്. നേരത്തെ സ്വരാജ് ബൂത്തുകളിൽ സന്ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് എങ്കിൽ വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ ആര്യാടൻ ഷൗക്കത്ത് ബൂത്തിൽ എത്തി വിലയിരുത്തുന്നു. വോട്ടിംഗ് ശതമാനം സംബന്ധിച്ച വിവരങ്ങൾ, വോട്ടിംഗ് പ്രക്രിയ എത്രത്തോളം സുഗമമായിരുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്.